കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇസ്രായേൽ ഇറാൻ യുദ്ധം അവസാനിപ്പിക്കണം എന്ന ഒരു ആവശ്യം റഷ്യ മുൻപോട്ട് വെച്ചിരുന്നു. പക്ഷേ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ആദ്യം നിങ്ങളുടെ സംഘർഷം അവസാനിപ്പിക്കൂ എന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ റഷ്യ പുറത്തുവിട്ടിരിക്കുന്ന അവരുടെ പ്രസ്താവനയിൽ പറയുന്നു തങ്ങളുടെ ഒരു ആവശ്യം ഇസ്രായേൽ അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിൽ അമേരിക്കയും ഇസ്രായേലും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇറാനിലുള്ള ആണവ റിയാക്ടറുകൾ തകർക്കുക എന്നുള്ളതാണ്. അതിനിടയിൽ തെക്കൻ ഇറാനിലെ ബുഷഹർ എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നത് റഷ്യയുടെ സഹകരണത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു ആണവ നിലയമാണ്. അത് സിവിലിയൻ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ആണവോർജ്ജമാണ് അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അവിടെ 200-ലധികം റഷ്യൻ ജീവനക്കാരുണ്ട്. ഈ ആണവ നിലയം ആക്രമിക്കരുതെന്നും റഷ്യൻ ജീവനക്കാരുടെ ജീവന സുരക്ഷ നൽകണമെന്നും ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടു. ഇത് ഇസ്രായേൽ അംഗീകരിച്ചതായിട്ടാണ് റഷ്യൻ ഔദ്യോഗികമായി തന്നെ അറിയിച്ചിരിക്കുന്നത്. ഇത് സിവിലിയൻ ആവശ്യങ്ങൾക്കുള്ളതായതുകൊണ്ട് തന്നെ റഷ്യക്ക് ഈ പ്രവൃത്തിയുമായി മുൻപോട്ട് പോകാം, അതിന് എല്ലാവിധ സുരക്ഷയും ഉണ്ടാകും, ഇത് തങ്ങൾ ആക്രമിക്കില്ല എന്ന് ഇസ്രായേൽ ഉറപ്പ് നൽകിയതായും പറയുന്നു. ഏതായാലും റഷ്യക്ക് ഇന്ത്യയിലടക്കം അവരുടെ ആണവ നിലയങ്ങളുണ്ട്. പക്ഷേ ഇറാനിലും മറ്റും അവരുടെ ആണവ നിലയങ്ങൾ പ്രവർത്തിക്കുന്നത് അധികവും റഷ്യൻ ജീവനക്കാർ തന്നെയാണ്. ഇത് ആണവ നിലയം എന്ന് പറയുമ്പോൾ ആണവായുധങ്ങൾ ഉണ്ടാക്കുക എന്നത് മാത്രവുമല്ല അതിൻ്റെ ഒരു പിന്നിലുള്ളത്. ഊർജ്ജാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പ്രധാനമായും രാജ്യങ്ങൾ ഈ ആണവ നിലയം സ്ഥാപിക്കുന്നത്. ഇന്ത്യയിലടക്കം അനവധി ആണവ സ്ഥാപനങ്ങളുണ്ട്, ആണവ നിലയങ്ങളുണ്ട്, അത്തരത്തിൽ പ്രവർത്തിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ തെക്കൻ ഇറാനിലെ ബുഷഹർ ആണവ നിലയം ആക്രമിക്കരുതെന്ന് റഷ്യ ആവശ്യപ്പെട്ടതും ഇസ്രായേൽ അത് അംഗീകരിച്ചത്.